വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുറുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ നമുക്കൊരു കടി വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് ഈ മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചോറാണ്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മട്ട അരിയുടെ ചോറാണ്. നിങ്ങളുടെ കയ്യിൽ പൊന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം, കുറുവയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം, ഒന്നും കുഴപ്പമില്ല. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാൻ നമ്മുടെ ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ഇടാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് ജീരകം ഇടുന്നുണ്ട്. നല്ല ജീരകമാണ്, അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ മുറുക്കിന്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇടുകയാണ്. അപ്പോൾ ഇതിന് കളറും നന്നായിട്ട് കിട്ടും, എരിവും കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടെ ഇടുന്നുണ്ട്. പിന്നെ കറുത്ത എള്ളും കൂടെ ഇടുന്നുണ്ട്. 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള അത്രയും അരിപ്പൊടി ചേർക്കണം. അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള അരിപ്പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയുടെ പൊടി തന്നെയാണ് ഇത്. നമുക്ക് പത്തിരിയുടെ ഒരു പാകത്തിൽ, ആ ഒരു മാവിൻ്റെ പാകത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കണം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി ഇട്ടതുകൊണ്ട് മാവിന് നല്ല കളറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സ്റ്റാർ നോസിലുള്ള അച്ചാണ്. ഇടിയപ്പത്തിൻ്റെ അച്ചിൽ തന്നെയാണ് ഞാനിവിടെ മുറുക്കുണ്ടാക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒന്നും ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ പറ്റി പിടിക്കില്ല. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചതിൽ പകുതി മാവ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുകയാണ്. നമുക്കിത് അടച്ച് വെച്ചിട്ട് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുറുക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ടിപ്പ് കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഡയറക്റ്റായിട്ട് നീളത്തിൽ ഇതുപോലെ മാവ് അമർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാവ് എളുപ്പത്തിൽ ചുറ്റിച്ചിട്ട് ഒരു മുറുക്കിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അറ്റം വരുന്ന ഭാഗം മാവിനോട് ചേർത്തിട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ആദ്യത്തെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അമർത്തി ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ ഏകദേശം 11 മുറുക്ക് ഞാനിതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും എടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് മുറുക്ക് ഇതിലേക്ക് ഇടാം. ഇപ്പം ഞാൻ 3 മുറുക്കാണ് ഇവിടെ ഇടുന്നത്. കാരണം എനിക്ക് ഇതിൽ 3 ഇടാനുള്ള സ്പേസേ ഉള്ളൂ. എന്നിട്ട് ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് റെഡിയായി വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരും. ആ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ മുറുക്കും ഉണ്ടാക്കാം. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. താങ്ക്